അതിനിടെ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി ടി.ഒ. മോഹനൻ കെ. സുധാകരന്റെ വീട്ടിലെത്തിക്കണ്ടു. തളിപ്പറമ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPIM മുൻ നേതാവുമായ ടി.കെ. ഗോവിന്ദനും സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങൾ നൽകാനായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ, കോന്നിയിൽ നിന്ന് ഷിജോ കുര്യൻ എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം അജീഷിലേക്കാണ്. അജീഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിന്നിട്ടുണ്ടായിരുന്ന കണ്ണൂരിലെ പ്രതിസന്ധി, ആ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ അവസാനിക്കുകയാണോ? ഇത് ഇന്നലെ സുധാകരന്റെ പ്രസ്താവനയോടുകൂടി തന്നെ ഏതാണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. പക്ഷേ ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിമത നീക്കം ഇപ്പോഴും ശക്തമാണ്. അത് കോൺഗ്രസ് പാർട്ടിയെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്തായാലും ഈ സുധാകരൻ ഇന്നലെ പറഞ്ഞത് പാർട്ടിക്ക് വഴങ്ങും, പാർട്ടിയാണ് വലുത്, താൻ എത്രയോ ചെറുതാണ്, പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞതോടെ തന്നെ രണ്ട് തട്ടായി നിന്ന കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് അത് മയപ്പെടുകയായിരുന്നു, മഞ്ഞുരുകുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കെ. സുധാകരനെ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി.ഒ. മോഹനൻ തന്നെ രാവിലെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടെ സജീവമായിട്ട് പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അദ്ദേഹം കൺവെൻഷൻ വയ്ക്കുമ്പോൾ ആ കൺവെൻഷനിൽ പങ്കെടുക്കാമെന്നും കെ. സുധാകരൻ അറിയിച്ചു. വാക്കു പാലിച്ചു, താൻ തന്റെ വാക്കു പാലിച്ചു എന്നാണ് ടി.ഒ. മോഹനനെ കണ്ട ശേഷം കെ. സുധാകരൻ ഇന്ന് തന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞത്. എന്തായാലും കെ. സുധാകരൻ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ഉറപ്പു നൽകിയതായി ടി.ഒ. മോഹനനും മാധ്യമങ്ങളോട് പിന്നീട് പറയുകയുണ്ടായി. ഏതായാലും പ്രചാരണത്തിൽ സജീവമാകാൻ കെ. സുധാകരനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മറ്റന്നാൾ മുതൽ ഇരിക്കൂറിലായിരിക്കും ആദ്യത്തെ പൊതുയോഗത്തിൽ പങ്കെടുക്കുക. അതിനുശേഷം മറ്റു മണ്ഡലങ്ങളിലും തളിപ്പറമ്പിലും മട്ടന്നൂരിലും ഒക്കെ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ടി.കെ. ഗോവിന്ദൻ തളിപ്പറമ്പിൽ UDF പിന്തുണയ്ക്കുന്ന LDF-ൽ CPM-ൽ നിന്ന് വിട്ടുവന്ന വിമതനായിട്ടുള്ള ടി.കെ. ഗോവിന്ദൻ കെ. സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചു. തളിപ്പറമ്പിൽ താൻ ജയിക്കാൻ, വിജയത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്ന് സുധാകരൻ വാക്കു നൽകുകയും ചെയ്തു. അവിടെ പ്രചാരണത്തിന് പോകാമെന്നും സുധാകരൻ ഉറപ്പു നൽകി. ഒരാഴ്ച മുമ്പ് വരെ രാഷ്ട്രീയമായി രണ്ട് എതിർചേരിയിൽ നിന്നവരായിരുന്നു സുധാകരനും ടി.കെ. ഗോവിന്ദനും. ഇപ്പോൾ ഒരേ മുന്നണിക്ക് കീഴിൽ സുധാകരനും ഒപ്പം തന്നെ ടി.കെ. ഗോവിന്ദനും എത്തുന്നു. എന്തായാലും സുധാകരൻ ടി.കെ. ഗോവിന്ദന് വേണ്ടി P.K. ശ്യാമളയ്ക്കെതിരെ വോട്ട് ചോദിക്കാൻ തളിപ്പറമ്പിൽ എത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇനി പക്ഷേ മറ്റൊരു പ്രതിസന്ധി കോൺഗ്രസിനെ അലട്ടുന്നത് തളിപ്പറമ്പിലും പയ്യന്നൂരിലുമാണ്. തളിപ്പറമ്പിൽ അവിടെ ടി.കെ. ഗോവിന്ദനെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ അവിടെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വേണമെന്നായിരുന്നു പ്രാദേശിക തലത്തിൽ അവരുടെ ആവശ്യം. നേരത്തെ അബ്ദുൾ റഷീദിനെ പരിഗണിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ സമവായത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ധർമ്മടത്തേക്ക് മാറ്റുകയായിരുന്നു. അവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വിജിൽ മോഹനനെ വിമതനായി നിർത്താൻ, സ്വതന്ത്രരായി നിർത്താൻ ഒരു ആലോചന നടക്കുന്നുണ്ട്. നാളെ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ ഒരു നിർണായക യോഗം ചേരുന്നുണ്ട്. അതിൽ ഈ പത്രിക നൽകുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചന നടക്കും. പയ്യന്നൂരിൽ സമാനമായ ഒരു പ്രശ്നമുണ്ട്. അവിടെ വി. കുഞ്ഞികൃഷ്ണൻ അവിടെ UDF-ന്റെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിലൊന്നും സജീവമായി പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിലുണ്ട്. അത് RSPക്ക് കൊടുത്ത സീറ്റാണെങ്കിൽ പോലും അവർ ഉടൻ തന്നെ വി. കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാനായിരുന്നു തീരുമാനമെടുത്തത്. പക്ഷേ ഈ UDF-നൊപ്പം നിന്നാൽ അവരുടെ ക്യാമ്പുകളിൽ, അവരുടെ മണ്ഡലം കമ്മിറ്റികളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ CPM-ലെ അസ്വസ്ഥരായിട്ടുള്ളവരുടെ വോട്ട് കിട്ടില്ല എന്നുള്ളൊരു ആശങ്ക വി. കുഞ്ഞികൃഷ്ണൻ ക്യാമ്പിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ UDF-ന്റെ ക്യാമ്പുകളിൽ, മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിലൊന്നും പങ്കെടുക്കാത്തത്. എന്തായാലും അവിടെയും ഒരു വിമതൻ മത്സരിക്കുമെന്നുള്ളൊരു നീക്കം നടത്തുന്നുണ്ട്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.